ഹലോ കൂട്ടുകാരെ! അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ സാൻഡ്വിച്ചൊക്കെ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വീട്ടിലൊക്കെ ചില ആൾക്കാർ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ബ്രെഡ് നമ്മുടെ ബൺ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ അത് ചൂടാക്കണം. അതിൻ്റെ അകത്തേക്ക് ബട്ടറോ അതുകൂട്ട് തന്നെ നെയ്യോ തൂത്ത് കൊടുക്കുക. അപ്പം ഞാൻ നെയ്യാണ് അതിൻ്റെ അകത്തേക്ക് തൂത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് 5-6 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ക്യാപ്സിക്കോ അതുകൂട്ട് തന്നെ കുക്കുംബറും നമ്മുടെ ടൊമാറ്റോ ഒക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മുട്ട പൊരിച്ച് അതും അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ സോസും കൂടാണ് ഞാൻ ഒഴിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ അത് ഫുള്ള് കഴിച്ചോളൂ. ഇല്ലാത്ത സമയത്ത് ഉഴപ്പൊക്കെ കാണിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി. അപ്പം അച്ഛനും അമ്മയും ഞാനും കുഞ്ഞാപ്പിയാണ് കഴിച്ചത്. പക്ഷേ സംഭവം നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കുന്ന കൂട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കഴിച്ചത്. പക്ഷേ സംഭവം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മയോണൈസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ചീസൊന്നും അതിൻ്റെ അകത്ത് വെക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനൊന്നും ഇവിടെ ആരും കഴിക്കാത്തത് കൊണ്ട് സോസ് മാത്രമാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ കുഞ്ഞാപ്പി കളിക്കാൻ പോയിരുന്നത് കളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വിശക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ കുഞ്ഞാപ്പിക്കും ഞാനത് കൊടുത്ത് കുഞ്ഞാപ്പിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിയും കഴിച്ചിട്ട് പിന്നെ അടുത്ത കളിക്കാനായിട്ട് പിന്നെയും പോയേക്കുവാണ്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണാം.